നമസ്കാരം. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കിര്യത്ത് ഷമോണ പട്ടണത്തിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഏതാണ്ട് 30ഓളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്തെറിഞ്ഞു. കൊല്ലപ്പെട്ടയാൾ വഴിയാത്രക്കാരനായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഒരു കെട്ടിടം ഈ റോക്കറ്റ് ആക്രമണത്തിൽ തകർന്ന് ഈ നടന്നു പോകുന്ന വ്യക്തിയുടെ മേലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റ് 1-2 പേർ ഈ ആക്രമണത്തിൽ പരുക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ നിരവധി നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന വണ്ണമാണ് ഇപ്പോൾ തിരികെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ ആളപായം ഉണ്ടായിട്ടില്ല. ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ച റോക്കറ്റുകളിൽ ഒന്ന് ഒരു വ്യവസായ കേന്ദ്രത്തിൻ്റെ മുകളിലേക്കാണ് പതിച്ചത്. ഇവിടെ കനത്ത തോതിലുള്ള തീപിടുത്തമുണ്ടായതായും ദൃക്സാക്ഷികൾ പറയുന്നു. കിര്യത്ത് ഷമോനയിലുള്ള പല വീടുകൾക്ക് നേരെയും ഈ റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയെങ്ങും തന്നെ ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല. ഈ ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹിസ്ബുള്ള തീവ്രവാദികൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ 7 പേർ കൊല്ലപ്പെട്ടുവെന്നും ഇതിന് പ്രതികാരമായിട്ടാണ് തിരിച്ചടി നൽകിയത് എന്നുമാണ് ഹിസ്ബുള്ള ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ 7ഓളം പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നും ഇതിന് പ്രതികാരമായിട്ടാണ് തങ്ങൾ ഇസ്രായേലിലേക്ക് ഇത്തരത്തിൽ റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നുമാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നാക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഹിസ്ബുള്ള തീവ്രവാദികളും ഹൂത്തി വിമതരും ഹമാസിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. ഒടുവിൽ ഇപ്പോൾ ഇസ്രായേലിന് ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒരേ സമയം നേരിടേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഹിസ്ബുള്ളയുടെ പല നേതാക്കളെയും അവിടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വധിച്ചിരുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ പ്രതികാരം വീട്ടാൻ കൂടിയായിരിക്കാം ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിൽ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയക്കാൻ ഹിസ്ബുള്ള നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത്.